അങ്ങനെ ദേ മൂത്തമ്മൻ്റെ അവിടേക്കുള്ള പോക്കാണ് കേട്ടോ. കുഞ്ഞു അപ്പു അതുപോലെ നന്ദൂസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോയൊക്കെ വിളിച്ചാണ് മൂത്തമ്മേൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നത്. മൂത്തമ്മൻ്റെ അവിടെ എത്തിയത് മാങ്ങ പൊട്ടിച്ചിട്ടോ. എന്നിട്ട് പിന്നെ ഉപ്പും മുളകിലും മിക്സ് ചെയ്ത് അങ്ങോട്ട് കൂട്ടി കഴിക്കാൻ തുടങ്ങിയേ. നമ്മുടെ സിദ്ധുവും വോൾഗേച്ചൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അവരൊക്കെ ഗൾഫിലെത്തി ഗൈസ്. സുഭാഷേട്ടയും പുന്നാരെ മൂത്തമ്മയൊക്കെയാണ് നമ്മുടെ സിദ്ധുവിനെയും വോൾഗേച്ചിനെയൊക്കെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടത് കേട്ടോ. അതിന്റെ യാത്രാക്ഷീണത്തിലാണ് മൂത്തമ്മ. അപ്പം എന്നോട് പറയാണ് വീഡിയോ എടുക്കല്ലേ. പിന്നെ നമ്മുടെ ശരണേച്ചി ആണെങ്കിലും ഇവിടെ അല്ല കേട്ടോ. ശരണേച്ചിയും പാറും ഒക്കെ നാട്ടിൽ പോയേക്കാണ് തൃശ്ശൂർ. അവർ വിഷുവിൻ്റെ ഒക്കെ ഒരു ടൈമിന് പോയതാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാലേ വരുള്ളൂ. അങ്ങനെ മാങ്ങയെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് കേട്ടോ. ഏട്ടൻ്റെ മുഖത്തുള്ള ക്ഷീണം കണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക്. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ മുത്തമ്മൻ്റെ അവിടെ തന്നെ ആക്കിയിട്ട് ഞാനും ഏട്ടനും അമ്മയും കൂടെ വീട്ടിലേക്ക് വന്നതാണ്. ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് തിരിച്ച് മുത്തമ്മേൻ്റെ അങ്ങോട്ട് തന്നെ പോകണം. ചോറ് കഴിക്കാതെ വന്ന ഏട്ടന് മുട്ട ഓംലെറ്റ് ഒക്കെ അടിച്ച് ചോറ് തട്ടിക്കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അമ്മയാണെങ്കിൽ അവിടെ കപ്പ പുഴുങ്ങുന്നുണ്ട്. അങ്ങനെ ഓംലെറ്റ് ആക്കി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ തക്കാളി ഉള്ളി വഴറ്റിയതും പിന്നെ കുറച്ച് പയറുപ്പേരിയും മാങ്ങാച്ചാറും ഓംലെറ്റ് ഒക്കെ ആയിട്ട് ഏട്ടന് ചോറ് കൊടുത്തു. ടാറ്റ.